ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് അവറുകൾ, മറ്റു ഉസ്താദുമാര്, പ്രിയമുള്ള കാരണവന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സപ്തദിന പ്രഭാഷണത്തിൻ്റെ 6ാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ ഉന്നതരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ് കേൾക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ആരെങ്കിലും ഒരാള് അമ്പിയാക്കളുടെ മജ്ലിസിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇലാ മജാലിസിൽ പണ്ഡിതന്മാരുടെ മജ്ലിസിലേക്ക് അവൻ നോക്കട്ടെ. അത് പണ്ഡിതന്മാർ അമ്പിയാക്കന്മാരുടെ അതുകൊണ്ട് ഈ കാലത്ത് പണ്ഡിതന്മാരുടെ, ഉന്നതരായ പണ്ഡിതന്മാരുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് അമ്പിയാക്കളുടെ മജാലിസിൽ പങ്കെടുക്കുന്നതിന്റെ പ്രതിഫലത്തിൽ തുല്യമാണ് എന്ന് മഹാന്മാര് നമ്മളെ ആ ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വം ഉണർത്തുന്ന ഇടങ്ങളിൽ പറയുന്നുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തി. 2 ദിവസം മുമ്പ് ഇതേപോലെ ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ ഓതിവെച്ച ആയത്തിന്റെ ബാക്കി വിശദീകരണങ്ങളില്ലാതെ പെട്ടെന്ന് പറയുകയാണ്. കാരണം ഉസ്താദ് അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയ ഒരു ഉപദേശമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സമ്പത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ മക്കളോടും അതുമായി ബന്ധപ്പെട്ട സംഗതികളോടുമുള്ള നമ്മുടെ അമിതമായ ആർത്തിയും അമിതമായ സ്നേഹവും അമിതമായ വാത്സല്യവും നമ്മളെ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അകറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഈ നിർദ്ദേശമനുസരിക്കാതെ അമിതമായി സ്നേഹിക്കുകയോ അമിതമായി അള്ളാഹുവിന്റെ വഴിയെ തൊട്ട് അകലുന്ന രൂപത്തിൽ ഒരാള് സമ്പത്തിനോടും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോടും പെരുമാറുകയോ ചെയ്താൽ അവർ പരാജിതരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് സമ്പത്തിന്റെ പേരിലും നമ്മുടെ മക്കളോടുള്ള അമിതമായ ദീനിന്റെ വഴി അള്ളാഹുവിന്റെ മാർഗം വിട്ടുകൊണ്ടുള്ള സ്നേഹത്തിന്റെ പേരിലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെ ഉപദേശം സ്വീകരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്തുകൾ അത് അല്ലാഹു തന്നതാണ്. ആരും ദുനിയാവിലേക്ക് വരുമ്പോൾ സമ്പത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇല്ലായ്മയിൽ നിന്നാണ് മനുഷ്യന് എല്ലാം ലഭിച്ചിട്ടുള്ളത്. മനുഷ്യന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ലഭിച്ചിട്ടുള്ളത് എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ആ അല്ലാഹുവിൽ നിന്ന് ലഭിച്ച എല്ലാം അള്ളാഹുവിന്റെ വഴിയിലൂടെ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ചെലവഴിക്കുക. ഞാൻ തന്നത് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം ഓരോരുത്തരെയും പിടികൂടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള സമ്പത്തുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഓരോ മനുഷ്യനും മരണം ആസന്നമാകുന്ന സമയത്ത് മരണത്തിന്റെ മാലാഖയായ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഓരോ മനുഷ്യനും വിളിച്ചു പറയുന്നൊരു വാക്കുകളുണ്ട്. അതാണ്, അല്ലാഹുവേ, നീ എനിക്ക് ഒരല്പം കൂടെ സമയമൊന്ന് നീട്ടിത്തരുമോ അല്ലാ? അങ്ങനെ എനിക്ക് സമയം അനുവദിച്ചു തന്നാൽ ഞാൻ ഇപ്പോൾ ഇതുവരെ ഒന്നും കാര്യമായി സമ്പാദിച്ചില്ല, സകാര്യമായി ഒന്നും ഞാൻ നേടിയെടുത്തില്ല, കാര്യമായി നന്മകളൊന്നും സമ്പാദിച്ചില്ല. നീ എനിക്കൊരല്പം കൂടെ സമയം അനുവദിച്ചു തന്നാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ്സാലിഹീൻ. മഹാന്മാര് തഫ്സീറുകളിൽ ഫഅതസദ്ദഖ എന്ന് വിശദീകരണം കൊടുക്കുകയാണ്. ഞാൻ ധർമ്മം നൽകിക്കൊണ്ട് അതാ നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം.
അവസാനം ഒരൽപ്പ സമയം അധികം ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമാണ്, അതേ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അത്തരം മനുഷ്യർ പറയുന്ന വാക്കാണ്, ധർമ്മം കൊടുത്ത് നിന്റെ സ്വാലിഹീങ്ങളിൽ പെടാമെന്ന്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുന്നവൻ, അത് സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ പെടാനുള്ള വലിയ ഒരു മാർഗമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ പെടാൻ മറ്റും മാർഗങ്ങളുണ്ട്, പക്ഷേ സ്വതക്ക അതിൽ വലിയ ഒരു മാർഗമാണ്. മരണമാസന്നമായ ഒരു സ്വഹാബി അതാ നബിയെ, ഞാൻ ഏറ്റവും അവസാന സമയം ബന്ധപ്പെടാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇൽമുമായി ബന്ധപ്പെടാൻ പറഞ്ഞ സംഭവം മറ്റു സംഭവങ്ങളിലുണ്ട്. അപ്പോൾ ഇൽമും സ്വതക്കയുമൊക്കെ പറയുന്നത് അല്ലാഹുവിലേക്ക് നമ്മളെ ഏറ്റവും അടുപ്പിക്കുന്ന സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ മാത്രം പവറുള്ള വലിയ കർമ്മങ്ങളാണ്. ഇഖ്ലാസോട് കൂടിയാകുമ്പോൾ അതൊക്കെ വലിയ പ്രതിഫലാർഹമാണ്. അല്ലാഹു നമ്മുടെ ഖൽബിലും ഇഖ്ലാസ് തരട്ടെ. വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാളുടെ പക്ഷെ അല്ലാഹു പറയാണ്, ഒരാൾക്ക് അവധി എത്തിക്കഴിഞ്ഞാൽ, അവരുടെ അന്ത്യശ്വാസം വലിക്കേണ്ട സമയമായാൽ, മരണത്തിന്റെ സമയമായാൽ, പിന്നെ ഒരു സെക്കൻഡ് പോലും അവന് വേണ്ടി പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല. ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ശഅബാൻ നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. റമളാനിന്റെ മുന്നൊരുക്കത്തിന്റെ സമയമാണ്. പരിശുദ്ധ ശഅബാൻ മാസം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാസമാണ്. ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് റസൂലുള്ള പറഞ്ഞു. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽപ്പെട്ടതാണ് നാം എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കുന്നവരാണ്. ആ മഹബ്ബത്തിൻ വെക്കുന്നതിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരാ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലും സ്വലാത്തും സലാമും ചൊല്ലാനുള്ള കൽപ്പന ഇറങ്ങിയ ആ ആയത്ത്, കൽപ്പനയുള്ള ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്ന സമയമുണ്ടല്ലോ, അവിടുന്ന് പിന്നീട് കഅബാലയത്തിലേക്ക് തന്നെ ഖിബലായി കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചപ്പോൾ ആ കഅബാലയത്തിലേക്ക് തന്നെ ഖിബലയാക്കി തിരിച്ചിട്ട് ഖിബ്ലത്തൻ തർലാഹാ, അല്ലാഹു നബിയേ, അങ്ങ് ഇഷ്ടപ്പെടുന്ന കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള അനുമതി അല്ലാഹു നൽകിയതും ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട മാസമാണ് ശഅബാൻ. സ്വലാത്തിനെ മുറുകെ പിടിക്കുക, സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്തല്ലേ മുഅ്മിനായ മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം. ലോകത്ത് എല്ലാവരുടെ ഈമാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും തമ്മിൽ തൂക്കി നോക്കിയാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഖനം തൂങ്ങുമെന്ന് പറഞ്ഞ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ചത് കണ്ടില്ലേ? ബഹുമാനപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചില്ലേ, ഓ സ്വഹാബാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? ആ സമയത്ത് ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ സ്വഹാബി
സഹാബികൾ പലരും പല മറുപടികളും പറഞ്ഞപ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടികള് നബി തങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനങ്കര കവരുന്ന മറുപടിയല്ലേ. എനിക്ക് 3 കാര്യമാണ് ലോകത്ത് ഏറ്റവും പ്രിയമുള്ളത്. ഒന്ന്, അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ് ഇൻഫാഖു മാലി അലൈക യാ റസൂലല്ലാഹ്. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ എനിക്ക് വലിയ സന്തോഷമാ. അങ്ങയുടെ മജ്ലിസിൽ പങ്കെടുക്കൽ എനിക്ക് വലിയ സന്തോഷമാ. അങ്ങേക്ക് വേണ്ടി എനിക്ക് ഉള്ള സകലതും ചെലവഴിക്കലും എനിക്ക് വലിയ സന്തോഷമാ. ഇങ്ങനെയാണ് ഹബീബായ നബി തങ്ങളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദ്.